മൈനറാന്ന് പറഞ്ഞു. മൈനർ എന്ന് പറഞ്ഞപ്പോഴും ഇദ്ദേഹം എന്താക്കി ഇവൻ അടിക്കാൻ പോയി മുട്ടാൽ വെച്ച് ഇങ്ങനെ ആക്കുന്നു. സാറ് എടുക്കരുത്. അപ്പൊ നമ്മൾ വീട് എടുത്തു. അപ്പൊ ഇദ്ദേഹം കൂടുതൽ റൂഡായി. എന്നിട്ട് ഏത് പോലീസുകാരനെ വിളിച്ച് എന്നിട്ട് നമ്മൾ പിന്നെ പറഞ്ഞു, എടാ നീ എന്താ അടിച്ചിട്ടുണ്ടോ, എന്താ പൊടി അടിച്ചിട്ടുണ്ടോ, കള്ളു അടിച്ചിട്ടുണ്ടോ, എന്താ സാധനം എടുക്കണം, എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. വേറെന്തോ മെഡിക്കൽ എടുക്കണം, നമ്മളെന്തോ വേറെ ഇതിൽ ട്രീറ്റ് ചെയ്യുന്നവരെ. നമ്മൾ സത്യം പറഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് അടുത്ത് കയറാൻ രീതി തന്നെ ഉണ്ടായി. ഒന്നെങ്കിൽ പറയാം മോനെ അടുത്ത സ്റ്റോപ്പറെങ്കിലും ഇറങ്ങിക്കോ. അടുത്ത സ്റ്റോപ്പ് എത്തി. ആ സമയത്ത് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇറക്കി വിട്ടില്ല. നമ്മൾ കുറെ സംസാരിച്ചു. സാറേ നമ്മൾ ഇറങ്ങട്ടെ ഇപ്പൊ ഇറങ്ങാനായില്ല, ഷൊർണൂർ സ്റ്റേഷനിൽ അത് മെമ്മോ ചെയ്തെന്നെല്ലാം പറഞ്ഞു. നമ്മൾ വീടിയ സമയത്ത് ആദ്യം പറഞ്ഞു ഒരിക്കലും വീട് എടുക്കുന്നത്. പക്ഷെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വീട് എടുത്തത്. നമ്മൾ ഒരു ഭാഗത്തും നമ്മൾ ആദ്യം അപമര്യാദയായിട്ട് പെരുമാറിയില്ല. നമുക്ക് അതിന്റെ ഫുട്ടേജൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും റെയിൽവേന്റെ റൂള് പ്രകാരം റെയിൽവേക്ക് അകത്ത് കയറിയിട്ട് റെയിൽവേയുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മൾ വക്കീലിനോട് ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് സാർ പറയട്ടെ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ചിലവരും ട്രെയിൻ മൂവ് ആവുന്ന സ്ഥലത്ത് ഇങ്ങനെ അതൊന്നും പാടുന്നു പറ്റില്ല. പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ അനഗതമായിട്ടുണ്ടാവുകയാണെങ്കിൽ അത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്, നിങ്ങൾ ചെയ്യാം. അല്ല ഇദ്ദേഹത്തിന് ഇത് ആധാർ കാർഡ് കിട്ടിയ ഇല്ല കിട്ടിയില്ല. ആധാർ കാർഡ് നേരമായിട്ട് TTR ഇവന്റെ ആധാർ കാർഡ് മേടിച്ച് അത് തന്നിട്ടില്ല. ആധാർ കാർഡ് അല്ല അത് ഇല്ലേ അത് വീഡിയോ എടുത്ത് എല്ലാം ശരി. ഓഫീസിൽ ഒരു പക്ഷെ നമ്മൾ ലൈവ് എൻഡ് ചെയ്യാണ് ഇവിടുന്ന്, അതായത് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചെന്നുള്ള പറയാം. കാരണം നമുക്ക് ഇനി അറിയില്ല. കാരണം ഇത്രത്തോളം പ്രശ്നങ്ങൾ വഷളായതുകൊണ്ട് ഫോട്ടോ വീഡിയോസ് ഒന്നും പറ്റില്ല. ഇവിടെ എടുക്കാലോ, ഇവിടെ എടുക്കാലോ. ഉള്ളിലത്തെ ഫോട്ടോ ഒന്നും എടുക്കാം. എടുക്കൂല. നമ്മളെ സേഫ്റ്റി ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാവും. നമുക്കപ്പോ മൊബൈൽ ക്ലോസ് ചെയ്താൽ വക്കീൽ വിളിച്ചായിട്ട് വക്കീൽ പുറത്തില്ല. വക്കീൽ വിളിക്കാം. വക്കീൽ കോളേജ് ലൈവ് ഓണാക്കി പുറത്തു വന്നു. ഞാൻ പുറത്തേക്കാ. ഞാൻ പോയിട്ട് ഇല്ലെങ്കിൽ ഉള്ളിൽ പുറത്ത് എടുക്കാൻ പറ്റോ? പുറത്തുള്ള എടുക്കാൻ പറ്റോ? ഇവിടെ പുറത്തുള്ള എടുക്കാൻ പറ്റോ? ഇപ്പൊ പോകേണ്ട വെച്ചാൽ വക്കീല് വക്കീലാണ് സംസാരിച്ചല്ല. ഈ അനുസരിച്ചിട്ട് ശ്രീജിത്ത് TTR നമ്മളെ പേരിൽ കേസ് കൊടുക്കുന്നത്. അല്ല അദ്ദേഹത്തിന് നമ്മളെ കൊടുക്കേണ്ടത്. മൂപ്പർ എവിടെ പിടിച്ചടിക്കാൻ തിരിച്ചു പോയില്ലേ? മൂപ്പർ എവിടെ? മൂപ്പറോടി ലൈവ് ഉണ്ടാക്കി പിടിച്ചടിക്കാൻ ഉറപ്പെടുക്കും. അടിക്കാൻ അധികാരം എന്തല്ലോ ഇവർക്ക്? അടിക്കാനാ എന്തിനാ കൊടുക്കുന്നത്? സാറേ അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ആരാണ് TTR? ഓഫീസിൽ ക്യാമറ കാണിക്കും. ഉള്ളിൽ കൊണ്ട് പോയിട്ടോ, പുറത്തെടുക്കാൻ പറ്റില്ല. വേണ്ട എന്തിനാണ് അകത്തേക്ക് എടുക്കുന്നില്ല? അകത്ത് എടുക്കുന്ന മുമ്പിലെ ഞാനുണ്ട്. പൊന്നു മേഡമേ പിന്നെ വക്കീൽ ഒരു മിനിറ്റ്. പിന്നെ അത് മൂപ്പ